ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കാതിരിക്കില്ല ചപ്പാത്തി. അപ്പം അതെങ്ങനെ നല്ല സോഫ്റ്റും പൊങ്ങി വന്നിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഗോതമ്പ് പൊടിയാണ് പൊടിപ്പിച്ചിട്ടുള്ളത് ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കൈവച്ചിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പൊ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല വെട്ടിത്തിളക്കണതിന്റെ തൊട്ട് മുന്നുള്ള വെള്ളമാണ് എടുത്തിക്കുന്നത്. ഇത് കുഴച്ചെടുക്കുമ്പോൾ കൈ ചൂടാവുന്നുണ്ടോന്ന് വെച്ചാൽ അത്യാവശ്യം ചൂടുണ്ട്. നമുക്ക് എപ്പോഴും ചെയ്തിട്ട് അതൊരു ചൂടായിട്ട് തോന്നണില്ല. അല്ലാതെ ഒട്ടും ചൂടില്ലാത്ത വെള്ളം എടുക്കരുത്. അതായത് നമ്മൾ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളം എന്ന് പറയാലോ, അങ്ങനെ എടുത്തിട്ട് കുഴച്ചു കഴിഞ്ഞാൽ ചപ്പാത്തി ഹാർഡായിട്ടാണ് വൈകുന്നേരം വരെ ഒന്നും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കൂല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ചെയ്യും. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് മാവ് കുഴച്ചെടുക്കാന്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പൊടിയുടെ ഇതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പൊ തന്നെ ടൈം ഇല്ലെങ്കിൽ നമുക്കിത് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒന്നുകൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ചെയ്യും. അതാ 10 മിനിറ്റ് കഴിഞ്ഞേക്കണം. നമുക്കിത് ഓരോരോ ഉരുളാക്കിയിട്ടെടുക്കാം. നിങ്ങൾക്ക് ചപ്പാത്തി എത്ര വലിപ്പത്തിൽ വേണമെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഉരുളാക്കിയിട്ടെടുക്കുക. ഞാനിവിടെ 2 കപ്പ് പൊടിയിൽ നിന്ന് 10 ഉരുളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതാ ഉരുളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പൊ ഞാൻ എപ്പോഴും കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് സൗകര്യത്തിന് വേണ്ടിയിട്ട് പരത്തിയെടുക്കാറ്. അപ്പൊ അടുത്തിടെ ഒരു ഷോപ്പിൽ പോയപ്പോൾ നല്ലൊരു സാധനം കണ്ടു, സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഞാൻ അധികം ആരുടെടുത്തും കണ്ടിട്ടില്ല. ഇത് സ്റ്റീലിന്റെ ആണ് കേട്ടോ. അപ്പൊ അടിഭാഗത്ത് ഇതുപോലെ ഒരു കറുപ്പ് റബ്ബർ പോലെയുള്ള ഇതുണ്ട് കേട്ടോ. അപ്പൊ അത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോഴാ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകി പോവില്ല. പിന്നെ ഇത് ചപ്പാത്തി പരത്താൻ മാത്രല്ല, നമുക്കിത് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഇതിന് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. അപ്പൊ ആദ്യം ഒന്ന് പൊടിയിൽ തട്ടിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. പിന്നെ ചിലരൊക്കെ പറയണേക്ക ചപ്പാത്തി റോൾ ചെയ്യുമ്പോൾ ശരിക്കും ഷേപ്പായിട്ട് കിട്ടണില്ല എന്നൊക്കെ. ഞാനൊക്കെ ആദ്യം ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കലാണ്. അങ്ങനെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയപ്പോൾ അത് ശരിക്കുള്ള ഷേപ്പൊക്കെ ആയിട്ട് വന്ന്, പിന്നെ സൈഡൊക്കെ ഉണ്ടാവും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിണ്ട പോലൊക്കെ ആവുന്നത്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവ് കുഴക്കുമ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പോടെയുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. ഇങ്ങനെ അതാ നമ്മുടെ ചപ്പാത്തി ഇവിടെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ എല്ലാ ചപ്പാത്തിയും പരത്തിയെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പൊ അതാ അതിന് വേണ്ടിയിട്ട് പാന് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഇതിലേക്ക് ഇടുന്ന സമയത്ത് പാന് നന്നായിട്ട് ചൂട് വേണം. എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് വാടിയതിന് ശേഷം മാത്രം ചപ്പാത്തി ഒന്ന് വാട്ടി ചൂടണം. എന്നിട്ട് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്ന് ചെറുതായിട്ട് ബബിൾ ഇങ്ങനെ വരണം. അപ്പൊ ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പൊ ഇതാ ബബിൾ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ 2 പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണം. അല്ലാതെ നമ്മൾ ആദ്യം ഇട്ടിട്ട് പിന്നെ ഒറ്റയടിക്ക് തന്നെ മറിച്ചിട്ടിട്ട് ഇതുപോലെ പൊങ്ങി വരാനാക്കരുത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ചപ്പാത്തി വൈകുന്നേരം വരെ ഇരിക്കുമ്പോഴേക്കും ഹാർഡായിട്ട് പോകും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ആ ചപ്പാത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാവ് വെക്കുക. പിന്നെ നമ്മൾ ചുടുന്ന സമയത്ത് പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചപ്പാത്തി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട്
മറിച്ചിട്ടിട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ. അപ്പൊ അതാ ലാസ്റ്റത്തെ ചപ്പാത്തിയാണ് ഈ ചുട്ടെടുക്കുന്നത്. അപ്പൊ അതുകൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.